എല്ലാവർക്കും നമസ്കാരം. ഏപ്രിൽ 18 എന്ന് പറയുന്ന സിനിമയിൽ അഭിനയിക്കുമ്പോൾ നമ്മുടെ ശോഭനയ്ക്ക് പ്രായം അന്ന് 14 വയസ്സാണ്. ആ സിനിമ ഒന്ന് കണ്ടു നോക്കുക. ഇപ്പം കണ്ടാലും നമുക്ക് വിശ്വസിക്കാൻ സാധിക്കുമോ അന്നേരം ശോഭനയ്ക്ക് 14 വയസ്സേ ഉള്ളൂ എന്ന്? പോട്ടെ, മഞ്ഞിൽ വരിഞ്ഞ പൂക്കൾ എന്ന് പറയുന്ന സിനിമ 1980 ഇറങ്ങിയത്. അതിൽ അഭിനയിക്കുമ്പോൾ നമ്മുടെ മോഹൻലാലിന് പ്രായം വെറും 20 വയസ്സാണ്. നാടോടിക്കാറ്റിലെ ശോഭനയ്ക്ക് പ്രായം 17 വയസ്സ് മാത്രമാണ്. മോഹൻലാലിന് 27. തൂവാനത്തുമ്പികൾ സിനിമ കണ്ടതല്ലേ? അതിൽ അഭിനയിക്കുമ്പോൾ മോഹൻലാലിന് 26 വയസ്സേ ഉള്ളൂ. ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. എന്നാൽ ഇന്നുള്ള നടന്മാരെ നോക്കുക, നമ്മുടെ നെസ്ലിൻ അല്ലെങ്കിൽ മാത്യൂസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇവർക്ക് ഈ സമയത്ത് എന്ത് പ്രായം നമുക്ക് തോന്നിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ ആ ഒരു പ്രായത്തിലൊക്കെയാണ് നമ്മുടെ മോഹൻലാലൊക്കെ പഴയ പല സിനിമകളും ചെയ്തത് എന്ന് നമുക്ക് വിശ്വസിക്കാനേ സാധിക്കില്ല. ഇതെന്തുകൊണ്ടാണ്? പണ്ടുള്ള ആളുകളെ അവരുടെ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ കണ്ടാൽ ഇന്ന് നമുക്ക് വളരെ പ്രായമുണ്ടെന്ന് തോന്നും. നേരെ മറിച്ച് ഇന്ന് വളരെ പ്രായം ചെന്ന പിള്ളേരെ പോലും പിള്ളേരെന്ന് തന്നെ വിളിക്കേണ്ടി വരും. കാരണം അവർ യുവാക്കളായെന്ന് പോലും നമുക്ക് തോന്നാത്ത രീതിയിലാണ് അവരുടെ മുഖവും ശരീരവും ഒക്കെ കുറെ കൂടെ പ്രായം കുറവ് തോന്നുന്ന രീതിയിലാണ്. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ ഇത് പറഞ്ഞപ്പോൾ കൺഫ്യൂഷൻ ആയവർക്ക്, പണ്ട് നിങ്ങൾ തന്നെ ഒന്ന് ഓർത്ത് നോക്കുക. എനിക്ക് ഓർക്കുമ്പോൾ ഇങ്ങനെ തന്നെ കിട്ടാറുണ്ട്. വളരെ പഴയ കാലത്ത് ഞാനൊക്കെ സ്കൂളിലൊക്കെ വളരെ കുറഞ്ഞ പ്രായത്തിൽ പഠിക്കുമ്പോൾ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ചേട്ടന്മാരെ കണ്ടു കഴിഞ്ഞാൽ ഇന്ന് ഒരു 10-30 വയസ്സുള്ള ഒരാളെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്ത് തോന്നും? ഏകദേശം ആ ഒരു ലുക്കും കാര്യങ്ങളും ഒക്കെയാണ്, മുഖം പ്രത്യേകിച്ചും. നേരെ മറിച്ച് ഇന്ന് ഡിഗ്രി അല്ല PG കഴിഞ്ഞിറങ്ങുന്ന പിള്ളേരെ കണ്ടാൽ പോലും നമുക്ക് തോന്നുന്നത് എന്താണ്? ഇവർ യുവാക്കൾ പോലും ആയോ, അല്ലെങ്കിൽ പിള്ളേർ തന്നെയാണെന്ന് തോന്നും. ഇത് എന്തുകൊണ്ടാണ്? നമ്മുടെ തോന്നലാണോ? ഒരിക്കലുമല്ല. ഇതിന് വ്യക്തമായിട്ടുള്ള കാരണങ്ങളുണ്ട്. അത് വളരെ രസകരമായ കാര്യങ്ങളുമാണ്. നമ്മുടെയൊക്കെ ശരീരത്തിൽ വരുന്ന മാറ്റങ്ങൾ തന്നെയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, പോഷകാഹാരങ്ങൾ ഇന്ന് ധാരാളമായിട്ട് എല്ലാവർക്കും ഒക്കെ തന്നെ കിട്ടുന്നുണ്ട്. പണ്ടുള്ള തലമുറയ്ക്കെന്ന് പറഞ്ഞാൽ പല പ്രധാനപ്പെട്ട വൈറ്റമിൻസും പല പ്രോട്ടീൻസും അല്ലെങ്കിൽ പല പോഷകാഹാരങ്ങളും ഒന്നും കിട്ടിയിരുന്നില്ല. അത് അവരുടെ ചർമ്മത്തെ വളരെ വേഗം വാർദ്ധക്യത്തിലേക്ക് കൊണ്ടുപോയിരുന്നു. പണ്ടുള്ള ആളുകളെ അവർ 22 വയസ്സിലും 25 വയസ്സിലും ഒക്കെ തന്നെ വളരെ പ്രായമുള്ളവരായിട്ട് തോന്നിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ അത് ആരോഗ്യത്തിൻ്റെ ലക്ഷണമായിട്ടാണ് ചിലർ കരുതുന്നത്. അല്ല, അവർ നേരത്തെ വാർദ്ധക്യത്തിലേക്ക് പോകുന്നതാണ്. അന്ന് 25 വയസ്സുകാരനെ കണ്ടാൽ ഇന്ന് 35 വയസ്സുള്ള ഒരാളെ പോലെ നമുക്ക് തോന്നാൻ കാരണം അവരുടെ ചർമ്മം വേഗം വാർദ്ധക്യത്തിൻ്റെ ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങിയിരുന്നു എന്നുള്ളതാണ്. പോഷകാഹാരങ്ങളുടെ ലഭ്യത കുറവാണ് ഒന്നാമത്തെ കാരണം. അവസാനത്തെ ഒരു പോയിന്റ് ഉണ്ട്, അത് പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് തന്നെ. അത് കേട്ട് കഴിയുമ്പോൾ ചിലർക്ക് വിശ്വാസമൊന്നും വരില്ല, എന്നാൽ അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനു മുൻപ് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു വെക്കേണ്ടതുണ്ട്. വളരെ പഴയ കാലത്തെ കുട്ടികളുടെയൊക്കെ ചിത്രങ്ങൾ പത്രങ്ങളിലൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. അല്ലെങ്കിൽ ഈ മൂക്കള ഒലിപ്പിച്ചുകൊണ്ട് നടക്കുന്നതൊക്കെ സർവ്വസാധാരണമായിരുന്നു. അതുപോലെ വയറുന്തി നിൽക്കുക, ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ പണ്ടത്തെ കുട്ടികൾക്ക് തന്നെ പൊതുവെ ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ നമുക്കറിയാം, നമ്മുടെ അപ്പനപ്പൂപ്പന്മാരോട് പോലും ചോദിച്ചാൽ പോലും പണ്ട് ഒരു വീട്ടിൽ 10 കുട്ടികൾ ഉണ്ടായാൽ ജനനനിരക്ക് വളരെ ഉയർന്നതായിരുന്നു. അതൊരു കാര്യം. അതിൽ 5 പേരും വളരെ ചെറുപ്പത്തിലേക്ക് മരിച്ചു പോകുമായിരുന്നു. ഇതൊന്നും ചിന്തിക്കാതെ നമ്മളിപ്പോഴും പഴയ അരിയുടെ രുചി, പഴയ കാലം എത്ര മനോഹരം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ കാര്യങ്ങളും കൂടെ മനസ്സിലാക്കണം. അതിൻ്റെ കൂടെ മറ്റൊന്ന് ശുചിത്വമാണ്. ആളുകൾക്കൊക്കെ അത്യാവശ്യം വ്യക്തി ശുചിത്വം ഇപ്പോൾ വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലൊക്കെ സാഹചര്യത്തിൽ ഇന്ന് നഖം വെട്ടുക, നഖം വൃത്തിയാക്കിയിട്ട് സൂക്ഷിക്കുക, അതുപോലെ ഭക്ഷണത്തിന് മുമ്പ് ശേഷമൊക്കെ കൈ കഴുകുക, വാ കഴുകുക, ഇതൊന്നും ചെയ്യാത്തവർ ആരുമില്ല. മലയാളികൾ ദിവസം ഒരു നേരമെങ്കിലും കുളിക്കുന്നവരാണ്. എന്നാൽ പണ്ട് ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു എന്ന് കരുതരുത്. ഈ പഴയ ഗ്രാമീണ നന്മ എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ, എൻ്റെ ഉപ്പാപ്പയ്ക്ക് ഒരു ആന ഉണ്ടായിരുന്നു എന്ന് പറയുന്ന ഒരു നോവൽ ഉണ്ടല്ലോ, ബഷീറിൻ്റെ. ആ നോവൽ വളരെ ചെറിയൊരു നോവലാണ്, കുറച്ചേ വായിക്കാനുള്ളൂ. അതൊന്ന് വായിച്ചാൽ തന്നെ പണ്ടത്തെ കേരളം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് പഴയ കേരളം എത്ര സുന്ദരമെന്ന് ചിന്തിക്കുമ്പോൾ യഥാർത്ഥത്തിൽ നിങ്ങൾ ടൈം ട്രാവൽ ചെയ്ത് അങ്ങോട്ട് പോവുകയാണെങ്കിൽ നാറിയിട്ട് നടക്കാൻ പറ്റാത്ത വഴികളാണ് കേരളത്തിലുടനീളം ഉണ്ടായിരുന്നത്. കാരണം ശൗചാലയങ്ങൾ എന്നൊക്കെ പറയുന്നത് ഇല്ല. എല്ലായിടത്തും പറമ്പിലും റബ്ബർ തോട്ടത്തിലും ഒക്കെ മാത്രമല്ല, പൊതുവെ സാധാരണക്കാർ ഉപയോഗിച്ചിരുന്നത് പൊതുവഴികളാണ് ഈ കാര്യത്തിന് വേണ്ടി. വിരോധാഭാസമായിട്ടൊക്കെ തോന്നിയേക്കാം. തലയ്ക്ക് വെളിവില്ലാത്തവരായിരുന്നു അന്നുണ്ടായിരുന്നത് എന്ന് ചോദിച്ചാൽ അങ്ങനെ തന്നെയൊക്കെ പറയേണ്ടി വരും. കാരണം പൊതുവഴികൾ ഉപയോഗിച്ചിരുന്നത് ഒന്ന് നടക്കാനും സഞ്ചാരത്തിന് വേണ്ടിയിട്ടും മറ്റൊന്ന് ഈ കാര്യത്തിനുമാണ്. ഇന്നത്തേതുപോലെ ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ ടോർച്ച് പോലെയുള്ള കാര്യങ്ങളൊക്കെ അതൊക്കെ അന്ന് ലക്ഷറിയാണ്. അതുകൊണ്ട് തന്നെ ആളുകൾ പതിവായിട്ട് വെളിക്കിരിക്കുന്നത് വൈകിട്ട് അല്ലെങ്കിൽ നേരം ഇരുട്ടുന്നതിന് തൊട്ട് മുൻപുള്ള സമയങ്ങളിലായിരുന്നു. രാവിലെ ആയിരുന്നില്ല, അത് കുറവായിരുന്നു. വൈകിട്ടാകുമ്പോൾ ആളുകളെല്ലാം ഈ പൊതുവഴിയുടെ 2 സൈഡിലും പോയിട്ട് കാര്യം സാധിക്കുകയും അങ്ങനെ നാറുന്ന വഴിയിലൂടെയാണ് പഴയ കേരള തലമുറ വളർന്ന് നടന്ന് ശീലിച്ചത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. നോവലിൽ തന്നെ അത്യാവശ്യം പുരോഗമനവാദിയായിട്ടുള്ള ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞു കൊടുക്കുന്നുണ്ടല്ലോ, ഇങ്ങനെയല്ല, കുഴി കുത്തിയിട്ട് വേണം ഈ കാര്യങ്ങളൊക്കെ ചെയ്യാനെന്നൊക്കെ പറഞ്ഞിട്ട്. അതിലേക്ക് പോകുന്നില്ല. അപ്പോൾ ഈ പറഞ്ഞു വന്നതെന്ന് പറഞ്ഞാൽ, ശുചിത്വം അത്യാവശ്യം വന്നപ്പോഴും
ആളുകളുടെ ആരോഗ്യത്തെ അത് നല്ല രീതിയിൽ ബാധിക്കുകയും നല്ല ആരോഗ്യം ചെറുപ്പത്തിലെ ഉണ്ടാവുന്നത് കൊണ്ട് തന്നെ വാർദ്ധക്യത്തിന്റെ ലക്ഷണങ്ങൾ ഇന്നുള്ളവർക്ക് വളരെ വൈകിയാണ് വരുന്നത്. അപ്പൊ ശുചിത്വം രണ്ടാമത്തെ കാര്യം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ, പച്ച മലയാളത്തിൽ പറഞ്ഞാൽ അലച്ചിൽ കുറഞ്ഞു. ഇന്നൊരു 2 വീലർ എങ്കിലും ഇല്ലാത്ത ആരുണ്ട്? അല്ലെങ്കിൽ പിള്ളേരുടെ കാര്യം തന്നെ എടുക്കുക. പണ്ട് എങ്ങനെയായിരുന്നു? നടന്ന് തന്നെയാണ് പോകുന്നത്. വളരെ ചെറിയ പ്രായത്തിലെ തന്നെ കുട്ടികൾ ജോലി ചെയ്യാൻ നിർബന്ധിതരായിരുന്നു. നമ്മളൊക്കെ കേട്ടിട്ടില്ലേ, പണ്ട് ഞങ്ങൾ സ്കൂളിൽ പോയിരുന്നത് എവറസ്റ്റ് കയറി ഇറങ്ങിയിട്ടാണ് എന്നൊക്കെയുള്ള രീതിയിലുള്ള സംസാരവും. അതിലൊക്കെ കുറച്ച് അതിശയോക്തി ഉണ്ടെങ്കിലും വളരെ കഷ്ടപ്പെട്ട് ജീവിച്ചിരുന്നവരാണ് കുട്ടിക്കാലം മുതലേ തന്നെ. വീട്ടിലെ പണി കഴിഞ്ഞ് അടുക്കള പണി കഴിഞ്ഞ് പോയിരുന്നവരാണ് പെൺകുട്ടികൾ. ആണുങ്ങൾ തിരിച്ചു വന്നിട്ട് അല്ലെങ്കിൽ അതിന് മുൻപും ഒക്കെ കന്നുകാലികളെ നോക്കുകയും തൊഴുത്തിലെ ചാണകം മാറ്റുകയും ഒക്കെ ചെയ്യുന്നത് സർവ്വസാധാരണമാണ്. അത് അത്യാവശ്യം കാശുള്ള വീട്ടിലെ ആളുകൾ പോലും. അതായത് ശാരീരികമായിട്ട് വളരെ ബുദ്ധിമുട്ടിയും കഷ്ടപ്പെട്ടും പണിയെടുത്തും ഒക്കെ തന്നെയാണ്. അതിന് നല്ല വശവുമുണ്ട്, മോശം വശവുമുണ്ട്. അതൊക്കെ കൊണ്ട് തന്നെ പ്രായം കൂടുതൽ അന്ന് തോന്നിക്കുമായിരുന്നു. കാരണം എന്താണ്? രണ്ടുപേരെ സങ്കല്പിക്കുക. ഒരുത്തൻ ഏത് നേരം കിടന്ന് പണിയാണ്, മറ്റവനാകട്ടെ നല്ല ഭക്ഷണവും കഴിച്ചിട്ട് അത്യാവശ്യത്തിനുള്ള എക്സസൈസ് ഒക്കെ ഉള്ളൂ എങ്കിൽ ഈ രണ്ടുപേരെയും കണ്ടു കഴിഞ്ഞാൽ വ്യത്യാസം ഉണ്ടാവും. ഇത് തന്നെയാണ് കാര്യം. ഇതിങ്ങനെ വായിൽ തോന്നുന്ന പറയുന്നൊന്നുമല്ല. കൃത്യമായിട്ടുള്ള മെഡിക്കൽ റിസർച്ചുകൾ, പഠനങ്ങളൊക്കെ ഇതിനുണ്ട്. അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ബോറടിപ്പിക്കാതെ പറയുക എന്നുള്ളത് മാത്രമാണ് ഇവിടെ ചെയ്യുന്നത്. ഇന്നിപ്പോൾ ബസ്സിന് കയറി പോവുക എന്ന് പറയുന്നത് പോലും നമുക്ക് ഏറ്റവും കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരാളുടെ കാര്യമായിട്ടാണ് നമ്മൾ പറയുന്നത്. പണ്ട് എങ്ങനെയായിരുന്നു? ഇന്നൊരു ഫാനിന്റെ ചോട്ടിലിരിക്കുക എന്നുള്ളതല്ലോ. അത്യാവശ്യം വീടുകളിലെല്ലാം തന്നെ എയർ കണ്ടീഷൻ പോലെയുള്ള കാര്യങ്ങൾ പോലും ആയി. AC, എയർ കണ്ടീഷൻ എന്നൊക്കെ പറയുന്നത് ഈ അടുത്ത കാലം വരെയും ഒക്കെ പണ്ട് ലക്ഷറി ആയിരുന്നുവെങ്കിൽ ഇന്ന് അതൊരു സാധാരണ വീട്ടിൽ പോലും ഉണ്ടാകേണ്ട ഒരു സാധനമാണ്. അതായത് നമ്മുടെ പഴയ തലമുറ വളർന്നു വന്നതും ഇപ്പോഴുള്ള പുതിയ തലമുറ വളർന്നു വരുന്നതും ഒക്കെ, അതായത് സ്കൂൾ ബസ്സിൽ പോവുക, അവർക്ക് വേറെ 100 കൂട്ടം പ്രശ്നങ്ങളുണ്ട്. അതൊക്കെ ശരിയാണ്. പണ്ട് 4 പശുവും കുറച്ച് കൃഷിയും ഉണ്ടെങ്കിൽ കല്യാണം നടക്കും, അല്ലെങ്കിൽ ആരും ഒന്നും ചോദിക്കില്ല എന്നാണെങ്കിൽ ഇന്ന് 10ാം ക്ലാസ് കഴിയുമ്പോൾ മുതലേ തന്നെ ഒരു കൊച്ചിനോട് ചെന്നിട്ട് ചോദിക്കാത്ത ചോദ്യങ്ങളില്ല. അവൻ അത്രയും ടെൻഷൻ കൊടുക്കുകയാണ്. വേഗം ഓടിയില്ലെങ്കിൽ നീ തോറ്റുപോകും, മോശക്കാരനാകും എന്നുള്ള രീതിയിൽ. ഇനിയാണ് നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് വരുന്നത്. പണ്ടുള്ള ആളുകളെ കണ്ടു കഴിഞ്ഞാൽ നല്ല പ്രായം തോന്നിക്കുന്നത്, അതായത് ഒരു നിശ്ചിത പ്രായത്തിൽ. ഇന്നുള്ളവരെ കണ്ടാൽ അത്ര പ്രായം തോന്നിക്കാത്തതിൻ്റെയും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ആരും ചിന്തിക്കുന്ന ഒരു കാര്യമല്ല, എന്നാൽ ഇതാണ് അതിൻ്റെ കോർ പോയിന്റ് എന്ന് പറയാം. പണ്ടുള്ളവർ വളരെ നേരത്തെ പോയി വിവാഹം കഴിക്കുമായിരുന്നു. അതിൻ്റെ റിസൾട്ട് എന്താണ്? വളരെ നേരത്തെ തന്നെ മാനസികമായും ശാരീരികമായും ഒരുപാട് സ്ട്രെസ്സ്, ഭാരം, അധ്വാനം അവരെടുക്കേണ്ടി വന്നിരുന്നു. സമ്പത്തുള്ളവരോ ഇല്ലാത്തവരോ, വിദ്യാഭ്യാസമുള്ളവരോ ഇല്ലാത്തവരോ ഒക്കെ ആവട്ടെ, വളരെ നേരത്തെ വിവാഹം കഴിക്കുമ്പോൾ തീർച്ചയായിട്ടും കുടുംബത്തിന്റെ ഭാരങ്ങൾ, ഉത്തരവാദിത്തങ്ങളൊക്കെ നേരത്തെ വരികയാണ്. അതിനനുസരിച്ച് അവർ ശാരീരികമായും മാനസികമായിട്ടും ഒരുപാട് അധ്വാനിക്കേണ്ടി വരും. ഒരു കുടുംബജീവിതത്തിന്റെ ബുദ്ധിമുട്ടുകൾ, അലച്ചിലുകൾ, കഷ്ടപ്പാടുകൾ എന്തൊക്കെയാണെന്ന് ഇപ്പോൾ നമ്മൾ റീൽസ് ഒക്കെ കണ്ടും ഒക്കെ ഇപ്പോൾ ഉള്ള പിള്ളേർക്ക് പോലും അത്യാവശ്യം ഒരു ധാരണയുണ്ട്. ഇങ്ങനെയൊക്കെ ഒരുപാട് പണിയെടുക്കുമ്പോൾ, അലയുമ്പോൾ, അലച്ചിൽ സംഭവിക്കുമ്പോൾ നിങ്ങളുടെ ചർമ്മത്തെയും നിങ്ങളുടെ ശരീരത്തെയും മാനസിക ആരോഗ്യത്തെയും ഒക്കെ അത് ബാധിക്കും. അതുകൊണ്ടാണ് പണ്ടുള്ളവർക്ക് വളരെ വേഗം പ്രായമാകുന്നത് പോലെ, അല്ലെങ്കിൽ വാർദ്ധക്യത്തിലേക്ക് പോകുന്നതിന്റെ ലക്ഷണമാണത്. 25 വയസ്സുള്ള ആളെ കണ്ടാൽ അന്ന് 35 വയസ്സ് ഇന്നുള്ള ആളെ പോലെ തോന്നിക്കുന്നത് വേഗം വാർദ്ധക്യത്തിലാവുന്നതാണ്. അല്ലാതെ ചിലർ പറയുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉള്ളതൊക്കെ പാൽക്കുപ്പികളാണ്, പണ്ടുള്ളവരൊക്കെ ആരോഗ്യമുള്ളവരാണ്. അല്ല. അതായത് ഇന്നത്തെ പിള്ളേര് ഈ പറയുന്ന പോലെ 25 വയസ്സായാലും പണ്ടത്തെ ഒരു 15 വയസ്സുകാരനെ പോലെ തോന്നിപ്പിക്കുന്നത്, അല്ലെങ്കിൽ 30 വയസ്സായാലും 25 വയസ്സ് തോന്നിപ്പിക്കുന്നതും ഒക്കെ എന്തുകൊണ്ടാണ്? അതായത് പണ്ടത്തെ ആളുകളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. നമ്മുടെ സിനിമാ നടന്മാരുടെ കാര്യം തന്നെ പറഞ്ഞല്ലോ. പണ്ടത്തെ മോഹൻലാൽ, മമ്മൂട്ടി, ദിലീപ് തുടങ്ങിയ ആളുകളുടെ അന്നത്തെ ചില സിനിമകളുടെ പ്രായവും ഇന്നത്തെ പുതുമുഖ നടന്മാരുടെയൊക്കെ പ്രായവും തമ്മിൽ നോക്കിയാൽ നമുക്കിത് മനസ്സിലാവും. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഈ ജനറേഷൻ വ്യത്യാസം തന്നെയാണ്. വളരെ നേരത്തെ ഉത്തരവാദിത്തങ്ങളിലേക്ക് പോകുന്നത് കൊണ്ട്. ഇത് പറയുമ്പോൾ ഇപ്പോൾ നമ്മുടെ മമ്മൂട്ടി അല്ലെങ്കിൽ മോഹൻലാൽ ഇവരുടെയൊക്കെ ഇന്നത്തെ പ്രായം, അതായത് ഇത്രയും പ്രായമുണ്ട് ഇപ്പോൾ, എന്നിട്ടും എത്രയോ ചെറുപ്പമായി തോന്നുന്നു എന്ന് ചോദിച്ചാൽ ഇന്നത്തെ കാലത്തെ എല്ലാ ഗുണങ്ങളും അവർ അനുഭവിക്കുന്നുണ്ട്, അത് കൂടുതലായിട്ട് എടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ നാട്ടിലെ പ്രായമായ ഒരാൾ എന്തുകൊണ്ടാണ് ഈ സ്കിൻ കെയറിലും കാര്യങ്ങളിലും ഒക്കെ ഒരുപാട് ശ്രദ്ധിക്കാത്തത്? കാരണം അവർക്ക് വേറെ മേഖലകളാണ്. അവർക്ക് ഇത് നോക്കിയിരുന്നാൽ ശരിയാവില്ല. മറ്റവരെന്ന് പറഞ്ഞാൽ അവർ ആ ഫീൽഡിൽ നിൽക്കുന്നവരാണ്. അങ്ങനെ നിന്നാലേ അവർക്ക് പ്രയോജനമുള്ളൂ, അതിൻ്റെ ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ അവർ ഹെൽത്തിലും സൗന്ദര്യത്തിലും ഒക്കെ ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്യുന്നു, കാര്യങ്ങൾ അതുപോലെ നോക്കുന്നു. അതുകൊണ്ടും കൂടെയാണ്. പിന്നെ ഈ കാലത്തിൻ്റെതായ പല വിദ്യകളും അവർ ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇന്ന് അവർ ഈ പറയുന്ന പോലെ അവരുടെ പ്രായത്തിനനുസരിച്ച് വളരെ ചെറിയ പ്രായമായിട്ട്, അല്ലെങ്കിൽ നമ്മൾ പറയുമല്ലോ നല്ല പ്രായമുള്ളവരായിട്ടും വളരെ പ്രായം കുറഞ്ഞ നായകന്മാരുടെ കൂടെ അഭിനയിക്കുന്നു എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു രീതിയിൽ നിൽക്കുന്നത്. പിന്നെ പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും കാര്യങ്ങളും അങ്ങനെ തന്നെയാണ്. നമ്മുടെ സമൂഹ വ്യവസ്ഥിതിയാണെങ്കിലും വളരെ പ്രായമുള്ള ഒരു സ്ത്രീയാണ് ഒരു നായികയായിട്ട് വരുന്നതെങ്കിൽ സമൂഹം അത് അംഗീകരിക്കുന്നില്ല. നേരെ മറിച്ച് 60ഉം 70ഉം വയസ്സുള്ള ഒരാൾ പോലും നായകനായാലും അയാൾക്ക് പ്രണയമുള്ളതായിട്ട് കാണിച്ചാലും ഒന്നും ആളുകൾക്ക് അതൊരു പ്രശ്നമായിട്ട് വരുന്നില്ല. അയാളെ ഹീറോ ആയിട്ട് കാണും. കാരണം പുരുഷന്മാർക്കെന്ന് പറഞ്ഞാൽ അവരുടെ സൗന്ദര്യം നഷ്ടപ്പെടുന്നത് വളരെ പതുക്കെയാണെങ്കിൽ
സ്ത്രീകൾക്ക് അത് വളരെ വേഗത്തിലാണ്. അതുകൊണ്ടാണ് പറയുന്നത് ഒരു സ്ത്രീയുടെ ജീവിതം 30 വയസ്സിൽ അവസാനിക്കുന്നു, പുരുഷൻ്റേത് ആ സമയത്ത് തുടങ്ങുകയാണ് എന്നൊക്കെ. നിങ്ങളുടെ അപ്പൻ്റെയോ അപ്പൂപ്പൻ്റെയോ ഒക്കെ കല്യാണ ഫോട്ടോ എടുത്തിട്ട് 24 വയസ്സിൽ 25 വയസ്സിൽ അങ്ങനെ വിവാഹം കഴിച്ചു. പക്ഷേ ആ കല്യാണ ഫോട്ടോ കണ്ടു കഴിഞ്ഞാൽ ഇന്നൊരു 35 വയസ്സോ 30 വയസ്സോ ഉള്ള ഒരാളെ പോലെ തന്നെ തോന്നിക്കൂ എന്ന് പറയുമ്പോൾ അവർ ആ കാലത്ത് എങ്ങനെയാണ് ജീവിച്ചത് എന്നുകൂടി ചിന്തിക്കണം. കല്യാണത്തിന്റെ സമയമൊക്കെ ആകുമ്പോൾ എല്ലാവരും തന്നെ കഷ്ടപ്പാടിലൊക്കെ ആയിരിക്കും. പക്ഷെ അവർ കുട്ടിക്കാലം മുതൽ ജീവിച്ചതിന് വ്യത്യാസമുണ്ട്. പാടത്തെ പശുവിനെ നോക്കിയും ഒരുപാട് അധ്വാനിച്ചും ഒരുപാട് നടന്നും ഓടിയും ഒക്കെ ജീവിച്ചവരും ഇന്നത്തെ പിള്ളേർ ചെറുപ്പം മുതലേ തന്നെ സ്കൂൾ ബസ് തുടങ്ങി അല്ലെങ്കിൽ AC കാറുകളിലും ഒരു 2 വീലർ പോലും ഇല്ലാത്ത ഒരു പാവപ്പെട്ട വീട് പോലും ഉണ്ടാവില്ല. നിലവിലുള്ള സാഹചര്യം വെച്ചിട്ടല്ലാതെ ആ 2 ജനറേഷനും ജീവിച്ച ആ ഒരു വ്യത്യാസം എന്തെന്ന് മനസ്സിലാക്കുക. ഈ കൂട്ടത്തിൽ പറയേണ്ട മറ്റൊരു കാര്യവുമുണ്ട്. നമ്മൾ ഇന്ത്യക്കാരുടെ അല്ലെങ്കിൽ കേരളത്തിലുള്ളവരുടെ ശരീരഘടനയും അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നിലെ മെലാനിൻ, സ്കിന്നിന്റെ പ്രത്യേകതകൾ ഇതുമൊക്കെ ഒരു കാരണമാണ്. ഈ പറയുന്ന വിദേശീയരെ അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരെ തന്നെ എടുക്കുക. UK ആളുകളുടെ രീതി എങ്ങനെയാണ്? അവരെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ഒരു 20-25 വയസ്സൊക്കെ തോന്നിക്കും. എന്നാൽ അവർക്ക് 15-14 വയസ്സൊക്കെ കാണുകയുള്ളൂ. പലരുടെയും കാര്യത്തിൽ അങ്ങനെയാണ്. കാരണം അവർ വളരെ നേരത്തെ വളർച്ച പ്രാപിക്കുന്നവരാണ്. അതായത് പണ്ടത്തെ നമ്മുടെ കേരളത്തിലുള്ള ജനറേഷൻ എങ്ങനെയാണോ ആ രീതിയിലൊക്കെ തന്നെയാണ് ഇന്നും ബ്രിട്ടീഷ് പിള്ളേർ എന്ന് പറയാം. ഇപ്പോൾ അയർലൻഡിലൊക്കെ ഇന്ത്യക്കാർക്കൊക്കെ എതിരെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന പിള്ളേരാണ് എന്നൊക്കെ പറയുമ്പോൾ അവരെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ തോന്നില്ല. എന്നാൽ പ്രായം അത്രയേ ഉള്ളൂ. അവർ വളരെ വേഗം വളർച്ച നേടുന്നു എന്ന് പറയുമ്പോൾ വളരെ വേഗം വാർദ്ധക്യത്തിലേക്ക് പോകുന്നു എന്നുകൂടിയാണ് അതിൻ്റെ അർത്ഥം. കേരളത്തിലെ പഴയ സിനിമാ നടികളുടെയൊക്കെ പ്രായം നോക്കിയാൽ അവർ വളരെ ചെറിയ പ്രായത്തിലായിരിക്കും സിനിമയിലൊക്കെ തിളങ്ങി നിൽക്കുക. എന്നാൽ വളരെ വേഗം വളർച്ച നേടി എന്ന് പറയുമ്പോൾ വളരെ വേഗം വാർദ്ധക്യത്തിലേക്കും പോകുന്നു എന്നുള്ളതാണ്. അവരൊരു 30 വയസ്സാകുമ്പോൾ തന്നെ അവരുടെ മുഖത്തുമൊക്കെ ആ യൗവനം മങ്ങി തുടങ്ങിയിട്ടുണ്ടാവും. നമ്മളിവിടെ ഒരു 18 വയസ്സ് പ്രായപൂർത്തി എന്നൊക്കെ പറയുമ്പോൾ ഈ പല പാശ്ചാത്യ രാജ്യങ്ങളിലുമൊക്കെ അത് 16 വയസ്സ് അല്ലെങ്കിൽ അതിനും താഴെ ഒക്കെ വെക്കാറുണ്ട്. കാലാവസ്ഥ കൊണ്ടും ഭക്ഷണ രീതി കൊണ്ടും ജനറ്റിക്സ് കൊണ്ടും ഒക്കെ ആളുകൾക്ക് ഇങ്ങനെ പല പ്രദേശത്തുള്ളവർക്കും പല വ്യത്യാസങ്ങളുണ്ട്. മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇന്നും ആളുകൾ വിശ്വസിക്കുന്നത് പണ്ടുള്ളവർക്കൊക്കെ ഒരുപാട് ആയുസ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. എന്നാൽ ഒരു BC കാലഘട്ടം എടുത്തു കഴിഞ്ഞാൽ പോലും മനുഷ്യൻ ശരാശരി ജീവിച്ചിരുന്നത് 20 വയസ്സ് മാത്രമാണ്. അതിനപ്പുറം ജീവിക്കാറില്ല. രോഗങ്ങൾ വന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും വേട്ടമൃഗങ്ങളുടെ ആക്രമണത്തിലോ ഒക്കെ മരിച്ചു പോകുമായിരുന്നു. വളരെ കുറച്ച് പേര് മാത്രമാണ് ഒരുപാട് കാലമൊക്കെ ജീവിക്കുക. എന്നാൽ ഇന്നങ്ങനെയല്ല. മരുന്നുകൾ കഴിച്ചുകൊണ്ട് ഇപ്പോൾ പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ ഇന്നുള്ളവർക്കൊക്കെ രോഗങ്ങളാണെന്ന് പറയുന്നുണ്ട്. ഇതൊക്കെ കഴിക്കുന്നതുകൊണ്ട് തന്നെയാണ് ആളുകൾക്ക് ഈ ആയുസ് നീട്ടി കിട്ടുന്നത്. ശരാശരി പ്രായം 60-70 വരെയൊക്കെ പലരും പോകുന്നതും അതുകൊണ്ട് തന്നെയാണ്. പണ്ട് ഇങ്ങനെ ആയിരുന്നില്ല. പണ്ട് വളരെ കുറച്ച് പേര് അതിജീവിക്കും, കുറേ അധികം പ്രായം ജീവിക്കും, 100 വയസ്സൊക്കെ എത്തും. അവരെ നോക്കിയിട്ട് എല്ലാവരും പണ്ടുള്ളവർ ആയുസുള്ളവരാണ് എന്ന് പറയുന്നതിൽ ഒരു കാര്യവുമില്ല. അങ്ങനെയാണെങ്കിൽ അവരുടെ ഒപ്പം ഉള്ളവരൊക്കെ അവരൊക്കെ എവിടെ പോയി? ഈ കാലത്താണ് ഭൂമിയിൽ തന്നെ ലോകത്തെല്ലായിടത്തും ശരാശരി ഭൂരിഭാഗം മനുഷ്യരും കൂടുതൽ ജീവിക്കുന്നത്. ഇന്നൊരു യുവാവ് അല്ലെങ്കിൽ യുവതിയൊക്കെ ഒരു പ്രായം എത്തുമ്പോൾ അല്ലെങ്കിൽ യൗവനത്തിൽ എത്തുമ്പോൾ ഒന്ന് മനസ്സിലാക്കുക, 1000 വർഷമൊക്കെ മുമ്പെന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന്റെ ലൈഫ് ടൈം എന്നൊക്കെ പറഞ്ഞാൽ അത്രയേ ഉള്ളൂ. ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലും സോഷ്യൽ മീഡിയകളിലൊക്കെ ഈ ഒരു ഐഡിയ വരുന്ന രീതിയിൽ ഒരുപാട് ട്രോളുകളും കാര്യങ്ങളും ഒക്കെ വരാറുണ്ട്. അപ്പോൾ ഒരുപാട് ആളുകൾക്ക് കൺഫ്യൂഷനാണ്. ഇത് എനിക്ക് മാത്രമല്ലല്ലേ, അപ്പോൾ എല്ലാവർക്കും തോന്നുന്നതാണ്. പക്ഷെ എന്തുകൊണ്ട് എന്ന് പലർക്കും ഒരു ഉത്തരമില്ല. ഇതിന് പുറകിൽ വ്യക്തമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതാണ് നമ്മൾ സിമ്പിളായിട്ട് പറഞ്ഞത്. നമ്മുടെ ജീവിത രീതി മാറിയത്, പോഷകാഹാരങ്ങൾ ലഭ്യമായി തുടങ്ങിയത്, ദാരിദ്ര്യം കുറഞ്ഞത്, അലച്ചിൽ കുറഞ്ഞത്, അധ്വാനം കുറഞ്ഞത്, അതുകൊണ്ടുള്ള ചില പ്രശ്നങ്ങളും ഉണ്ട് ഇന്ന്. എല്ലാത്തിനും ഉപരി ഈ ജീവിത രീതിയിൽ തന്നെ നേരത്തെയുള്ള വിവാഹങ്ങൾ വൈകിയതുപോലും ആളുകളെ കാണുമ്പോൾ അവരുടെ പ്രായം തോന്നിക്കുന്നതിനെ സ്വാധീനിച്ചിട്ടുണ്ട് എന്നുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്. എന്തൊക്കെയാണെങ്കിലും ഇന്നത്തെ വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും കമന്റിൽ അറിയിക്കണം. മറ്റൊരു വീഡിയോയിൽ വീണ്ടും വരാം. നന്ദി, നമസ്കാരം.